With a heart so heavy, college life comes to an end, quietly, without announcements or warnings. Nobody prepares you for this part of life. They prepare you for exams, deadlines, placements, responsibilities, but not for the moment when you realize this place that shaped you is no longer yours, and everything comes to an end before we knew it. എല്ലാം ഇപ്പം എന്താ പറയുക, ഇപ്പം പണ്ടൊക്കെ ആണെങ്കിലും അസൈൻമെന്റ് എഴുതുന്നതാണെങ്കിലും ക്ലാസ്സിൽ വെറുതെ ഇരിക്കുന്നതാണെങ്കിലൊക്കെ ഭയങ്കര മടിയായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അറ്റൻഡൻസിലും പൊട്ടപ്പുലി, ക്ലാസ് നിന്നിട്ട് എന്തിനാ, ടീച്ചേഴ്സിന്റെ ലെക്ചേഴ്സ് കേൾക്കാനും എഴുതാനും ഒക്കെ തന്നെയല്ലേ. പക്ഷെ ഇപ്പം അത് മനസ്സിലാക്കുന്ന വെച്ചാൽ ഞങ്ങളുടെ ക്ലാസ്സിലിപ്പം പകുതി പേരും ഇല്ല. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയും കാലം എല്ലാവരും ഇരുന്നതും സംസാരിച്ചതും എന്താ പറയുക അടി കൂടിയതും വഴക്കുണ്ടാക്കിയതും എല്ലാം സ്പെഷ്യൽ ആയിരുന്നു മനസ്സിലാക്കുന്ന ഇപ്പോഴാണ്. എൻ്റെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഞങ്ങൾക്കെല്ലാം ഇൻഡക്ഷൻ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും മിക്സ്ഡ് ആയിട്ടിരിക്കുമായിരുന്നു. എല്ലാവരും പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരൊക്കെ ആയിട്ടിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളോട് അവരെല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറ്റി വിട്ടു. അപ്പം എന്താ നമുക്ക് ആരെ അറിഞ്ഞൂടെ, എല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ്. അപ്പോൾ ആദ്യമായിട്ട് കയറി വന്ന് എൻ്റെ അടുത്ത് ഇരുന്നത് ആദിത്യയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ഞങ്ങൾ ഡേ സ്കോളേഴ്സ് ക്ലാസ്സിൽ ഞങ്ങൾക്ക് തന്ന ക്ലാസ് RB 101 അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചെന്നിരുന്നപ്പോൾ അവിടെ ബോയ്സ് കുറച്ച് പേര് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. അവർ ലൈക്ക് ആനന്ദ്, അമൻ, ബാവ. അപ്പോൾ ഇവർ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയൊക്കെയാണ്. അപ്പോൾ അതാണ് എൻ്റെ മൈൻഡിൽ ഓർമ്മയിൽ കിടക്കുന്ന എൻ്റെ ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഈ 22-26 എ ബാച്ച് സ്റ്റുഡൻസ് അവരാണല്ലോ. സോ അവരെ എനിക്ക് കണ്ടപ്പോഴത്തേക്ക് ടോട്ടലി ഐ വാസ് ബ്ലാങ്ക്. ആദ്യത്തെ ഒരു ഇത് കാണുമ്പോഴത്തേക്ക് ദേ വേർ ടോട്ടലി കാം. ദേ വേർ റിയലി ഐ ഫെൽറ്റ് ലൈക്ക് ആദ്യം നിങ്ങൾക്ക് എന്നോടൊരു പേടിയാണോ തോന്നുന്നത്, അതോ എന്താണ് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ആക്ഷൻ എന്നൊക്കെ ഒന്നും നമുക്ക് പറയാനായിട്ട് വേണ്ടി പറ്റുന്നില്ലായിരുന്നു. സോ ടോട്ടലി പറയുവാണെങ്കിൽ ഒരു ഇംപ്രഷൻ ആയിട്ടല്ല, ഒരു സ്റ്റഡിങ് നേച്ചർ അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ വന്നത്. ശരിക്കും 4 കൊല്ലത്തിൽ കുറേ മൊമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഇയർ ഇട്ട് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ എന്താ പറയുക ആദ്യത്തെ ഫസ്റ്റ് ഡേ തന്നെ അല്ലെങ്കിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇവരെ ക്ലാസ്സിൽ എല്ലാവരും പരിചയപ്പെടുന്നതും ഈ സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം കട്ടപ്പനക്കാരെല്ലാവരും ഒരു സൈഡ്, എന്താ പറയുക കൊല്ലംകാർ, പിന്നെ ആ ഒരു വീക്കെൻഡൊക്കെ വീട്ടിൽ പോകുന്ന എല്ലാം പിന്നെ ഇങ്ങനെയായിരിക്കും. പിന്നെ പറയാനാണെങ്കിൽ ക്ലാസ്സിൽ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നത്. ഫസ്റ്റ് ഇന്റർവെൽ ആകെപ്പാടെ 15 മിനിറ്റേ ഉള്ളെങ്കിലും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആണെങ്കിൽ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്ന ആ ഒരു ബ്രേക്ക് ടൈമാണ്. ഞങ്ങൾക്ക് ചില മിസ്സുമാരൊക്കെ കുറച്ചും കൂടെ നേരം ക്ലാസ് എടുത്ത് കഴിയുമ്പോഴത്തേന് ഞങ്ങൾക്ക് ഭയങ്കര ഇങ്ങനെ എന്താ മിസ് നിർത്താത്ത ആ ഒരു മൈൻഡാണ്. കുറച്ച് പേര് ക്ലാസ്സിൽ കാണും, കുറച്ച് പേര് ക്യാൻറ്റീനിൽ പോകും. അന്ന് കഫ്റ്റേരിയല്ലോ, അപ്പൊ എല്ലാവരും തന്നെ ക്യാൻറ്റീനിലോട്ടായിരിക്കും വരുന്നത്. എല്ലാവരും അങ്ങനെ നടക്കുമായിരിക്കും. അപ്പൊ ക്യാൻറ്റീനിൽ വന്നിട്ടിരുന്ന് ചായ കുടിക്കുക, പിന്നെ ക്ലാസ്സിൽ ഇടയ്ക്ക് ഇരുന്ന് ബഹളം വെക്കുക, ചീട്ട് കളിക്കുക. സത്യം പറഞ്ഞാൽ ചീട്ട് കളിക്കുന്നത് ശരിയല്ല. ഇവൻ ശ്യാം സാറ് പൊക്കിയിട്ട് വരെയുണ്ട് ചീട്ട് കളിച്ചത്. പക്ഷെ ഇതുവരെ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറയുക അജുവിന്റെ തമാശകള്, കളി, ചിരി, അതൊക്കെ ഭയങ്കര രസമുള്ള ഒരു സമയമാണ്. ഹോസ്റ്റലിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ആരും നമ്മുടെ ക്ലാസ്സിൽ ആരും തന്നെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ പ്രത്യേകിച്ചൊരു മെമ്മറി ഇല്ല. പിന്നെ ഫസ്റ്റ് ഇയറിലാണ് നമ്മൾ NITക്ക് പോകുന്നത്. ക്ലാസ്സിലെ എല്ലാവരുമായിട്ട് ഹോസ്റ്റലിലുള്ള ഗേൾസ് മുഴുവൻ NIT പോയി. NIT ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് മെമ്മറി. NIT വന്നപ്പോഴാണെന്നും എനിക്ക് കുറച്ച് ഗേൾസായിട്ട് കൂട്ടാൻ പറ്റി, അവരോട് ഫ്രണ്ട്ഷിപ്പ് ആവാൻ പറ്റി. ഭയങ്കര അടിപൊളിയായിരുന്നു, ഗേൾസ് മാത്രം. പിന്നെ അവിടെ ചെന്നപ്പോൾ NIT എത്തിക്കഴിഞ്ഞപ്പോൾ ബോയ്സ് വന്നു, അപ്പോഴും അവരായിട്ട് സംസാരിച്ച് കൂട്ടായി. അവിടെ നിന്നായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് എല്ലാവരുമായിട്ട് കൂട്ടാൻ തുടങ്ങി. സെക്കൻഡ് ഇയറിലാണ് ആക്ച്വലി നമ്മൾ തമ്മിൽ എല്ലാവരും ബോണ്ട് വരുന്നത്. കാരണം നമ്മൾ ഡബിൾ റൂമിൻ്റെ സൈഡിലോട്ട് ഷിഫ്റ്റ് ആയി. അപ്പം നമ്മുടെ ക്ലാസ്സിൽ ഒത്തിരി പേര് അങ്ങോട്ട് വന്നായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തേർഡ് ഇയർ ആയപ്പോൾ നമ്മൾ ഭയങ്കര ബോണ്ടായി. എല്ലാവരുടെയും സ്വഭാവങ്ങളും എല്ലാം നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ പിന്നെ അന്നേരം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. വണ്ടർലേ പോകണമെന്ന് പറഞ്ഞു. നമ്മൾ വന്ന സമയം മുതൽ പറയുന്നത് നമുക്ക് വണ്ടർലേ പോകണമെന്ന്. അപ്പോൾ നമ്മൾ തേർഡ് ഇയറിൽ അങ്ങനെ ഒരു കംഫർട്ട് സോൺ വന്ന സമയത്ത് അപ്പോൾ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തു. നമ്മൾ പോയി, നമ്മൾ ഒരു ദിവസം അവിടെ സ്റ്റേ അടിച്ചു. ഭയങ്കര നൈസായിരുന്നു. പിന്നെ ഫോർത്ത് ഇയർ ആയപ്പം ഇവരുമായിട്ട് ഭയങ്കര ബോണ്ടായിട്ടുണ്ട്. IVക്ക് പോയ സമയത്തും എല്ലാ സമയത്തും നമ്മൾ അങ്ങനെ ബോണ്ടായി. എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും നേരം അലയും ബഹളവും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സുകാരൊന്ന് ഇച്ചിരി വെള്ളം കുടിക്കഴിച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു സമയമാണ് മെയിൻലി ഈ
എന്താ പറയാ ഈ ബ്രേക്ക് ടൈം. അലീനയുടെ അച്ചാർ, എല്ലാവരും അലീനയുടെ അച്ചാറിൻ്റെ ഫാൻസാണ്. ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ മിക്കവാറും എല്ലാവരെയും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു, ഓരോ പിള്ളേരുടെ ഫാഷൻ സെൻസും സ്റ്റൈലും. ഇപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് വരുന്ന സമയമാണെങ്കിൽ അവരുടെ ലുക്കിനെയൊക്കെ വെച്ച് നമ്മളിങ്ങനെ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ബ്രേക്ക് ടൈമിൽ ഒരു എംബാരസിങ് ഒരു ഫണ്ണി മൊമെന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് വരുന്നേ, നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ അജുവിന് ഒരു ദിവസം ആൽവിനെ എടുത്ത് പൊക്കി, എന്നിട്ട് ഇവന്റെ പാൻറ് അങ്ങ് കീറിപ്പോയി. ഇത് ആഗ്നസ് ജെയിംസ് കണ്ട് അവളിത് കണ്ടിട്ട് കണ്ട മടി ഇറങ്ങി ഓടി. ഇത് മൂടി പുതച്ചുകൊണ്ട് നമ്മൾ അജുവും ബാത്റൂമിലോട്ട് ഒറ്റ ഓട്ടം. അത് ഭയങ്കര ഫണ്ണി ആൻഡ് എംബാരസ് മൊമെന്റ് ഓഫ് ഇതായിരുന്നു. ഇപ്പം ക്ലാസ്സിലെ കാര്യം പറയാനാണെങ്കിൽ രാവിലത്തെ ലെക്ചറിൻ്റെ സമയത്ത് കൂടുതലും ഉച്ചയ്ക്ക് പോകുന്ന കഥയാണ് കൂടുതലും. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒന്ന് നാരങ്ങാവെള്ളം കുടിക്കാനായിട്ട് കൂവപ്പള്ളി വരെ പോകുന്ന ഇതും അത് കൂടുതലും എന്താ പറയുക, ആദ്യം എടുത്തിടുന്നത് അജു ആയിരിക്കും. അജു വന്നിട്ട് പറയും, എടാ കൊട്ടെ നമുക്ക് പോയാലോ, പോയി നമുക്ക് ഒരു 2 കപ്പ് നിർത്താലോന്ന് ചോദിക്കും. അപ്പോൾ അപ്പുറത്തു നിന്ന് കുമ്പള ഉണ്ടെങ്കിൽ കുമ്പള തുടങ്ങും, എടാ പോവാം. പിന്നെ അപ്പുറത്തു നിന്ന് അഗസ്റ്റോ വരും, എടാ എൻ്റെ വണ്ടിയുണ്ട് നമുക്ക് പോവാം. പിന്നെ ബിംബാബു വരും, എടാ ഞാൻ പൈസ ഇടാൻ പോവാം. അവിടുന്നായി ഇവിടുന്നായി പിന്നെ എല്ലാവരും വരുന്നു പോകുന്നു. എന്നാൽ ഓർക്കണം, ഈ നേരത്തെ ഫബിയോലവസി ചിലപ്പോൾ അവിടെ വോയിസും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ നേരത്തെ ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. നമ്മുടെ കെമിസ്ട്രി സാറ് സിജുമോൻ സാറ് നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്ലാസ് ടീച്ചറും കൂടിയായിരുന്നു, നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് റൂമിൽ മൊബൈൽ ഫോണൊന്നും കൊണ്ടുവരില്ല. പക്ഷേ നമ്മൾ അനുസരണയൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ ഫോണൊക്കെ കൊണ്ടുവരുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാൻ സത്യമായിട്ട് ഫോണൊന്നും കൊണ്ടുവരത്തില്ലായിരുന്നു. അന്ന് മാത്രമേ എന്തോ OTP വരുന്നുണ്ടായിരുന്നു, അമ്മ വിളിച്ച് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ആ ഫോൺ കൊണ്ടുവന്നത്. ആദ്യമായിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. പക്ഷെ അന്ന് തന്നെ സാറ് ചെക്ക് ചെയ്തു, ഞാൻ ഭയങ്കര ഓണസ്റ്റ് ആയിരുന്നു, ഞാൻ ഫോൺ അങ്ങ് എടുത്തങ്ങ് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത് കുറേ പേര് ഫോൺ ചെരുപ്പിനകത്തും ഷൂവിനകത്തും കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഞാനും കൊടുത്ത്. പിന്നെ അത് HOD അടുത്ത് പോയി ലെറ്ററൊക്കെ എഴുതി. അതിനിടയ്ക്ക് സാർ പറഞ്ഞു ഫോണേ തരത്തില്ല, വേണേ സിം കാർഡ് എടുത്തോണ്ട് വെക്കോ, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ പുറകെ നടന്ന് ലെറ്ററൊക്കെ എഴുതി തിരിച്ച് ഫോൺ കിട്ടി. ഹോസ്റ്റലിൽ പൊക്കിയാനൊന്നും കൈയും കണക്കും ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് പൊക്കിയാലും കൂടുതൽ പൊക്കാത്ത ഒരു കഥയുണ്ട്. അത് സംഭവം നടന്നത് 2ാം വർഷത്തെ അശോറിന് ഞങ്ങളുടെ ഒരു കുറച്ച് കലാപരിപാടികളൊക്കെ രാത്രി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് മുറിയിലേക്ക് പോകും. അന്ന് 1ാം നിലയല്ല എൻ്റെ മുറി. അപ്പോൾ എൻ്റെ മുറിയിൽ എല്ലാവരും ഇരിപ്പുണ്ട്. ഞങ്ങൾ എന്തോ ഒരു ആവശ്യത്തിന് 5ാം നിലയിലേക്ക് പോയിട്ട് തിരിച്ച് ലിഫ്റ്റ് ഇറങ്ങി വരിക. അപ്പോൾ ഞാനും അജിമോനും കുമ്പള ലിഫ്റ്റ് ഇറങ്ങി വരുന്ന വഴി 3ാം നില ആയപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു, എടാ മുറി 3ാം നിലയല്ല, നമുക്ക് പോയൊന്ന് വരട്ടാമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു. പക്ഷേ ലിഫ്റ്റ് വന്നു, 1ാം നിലയിൽ ഇറങ്ങി. ഞാനും കുമ്പള ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി. ഞാനും കുമ്പളെ മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴത്തേക്കിനും ലിഫ്റ്റ് അടഞ്ഞു. ഞങ്ങളുടെ പുറയിൽ ലിഫ്റ്റ് അടഞ്ഞു. ഞങ്ങളുടെ കൂടെ ഒരുത്തനും കൂടെ ഉണ്ട്, അജിമോൻ. ഞാൻ നോക്കുമ്പം ലിഫ്റ്റ് തിരിച്ച് 3ാം നിലയിലേക്ക് തിരിച്ച് കയറിപ്പോയി. എൻ്റെ ദൈവമേ, ഞാനും കുമ്പളയും കൂടെ അവിടെ നിന്ന് ഒരു ഓട്ടോ ഓടി 3ാം നിലയിൽ ചെന്ന് നോക്കുമ്പം ഇവിടെ ആണെങ്കിൽ അതിനിപ്പുറത്തായിട്ടൊരു പില്ലറുണ്ട്, ഒരു തൂണുണ്ട്. ഞാൻ നോക്കുമ്പോൾ അജിമോൻ ഒരുമാതിരി ഈ ചത്ത പല്ലിയെ പോലെ തൂണയിൽ ഇങ്ങനെ പിടിച്ച് കിടപ്പുണ്ട്. ഞങ്ങൾ ചെല്ലാൻ കുറച്ചും കൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ അവൻ്റെ സ്വഭാവത്തിന് അവൻ ചിലപ്പം ഡോറെ ചെന്ന് 2 കൊട്ടുമൊക്കെ കൊട്ടി തീരുമാനമാക്കിയാണ്. കുറേ മെമ്മറീസ് ഉണ്ട് കോളേജിൽ. പക്ഷെ എനിക്ക് ഫസ്റ്റ് തിങ് എന്ന് വരുമ്പോഴത്തേക്ക് തേർഡ് ഇയറിലെ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജിൽ സാധാരണ എപ്പോഴും ഡിപ്പാർട്ട്മെന്റ് വൈസോ ഓണം സെലിബ്രേഷൻ നടക്കുന്നത്. പക്ഷെ തേർഡ് ഇയറിൽ വെറൈറ്റി ആയിട്ട് ഓൾ കോളേജ് ആയിരുന്നു ഓണം സെലിബ്രേഷൻ. അപ്പോഴത്തേക്ക് തലേ ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അത്തപ്പൂ നമ്മൾ പ്രിപ്പറേഷനാ. അത്തപ്പൂ ഇടുന്നു, അതിന്റെ പിച്ചുന്നു. ഞങ്ങൾക്കാണെങ്കിൽ പൂ കിട്ടുന്നില്ല, പൂ ഭയങ്കര ഡിലേ ആയിട്ടാണ് വരുന്നത്. അപ്പം അവിടെ തറയിലിരുന്ന് അതില് പടം വരയ്ക്കുന്നു. അതിലും ആൽബിയാന്ന് പടം വരച്ചോണ്ടിരുന്നത്. അവന്മാരത് വരയ്ക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഭാവേനെ ഞങ്ങൾ ഒരുക്കാൻ പോകുന്നു പെൺകുട്ടിയായിട്ട്. അവൻ ഞങ്ങളുടെ ഷോള് വിട്ട് അവിടെ നടക്കുമായിരുന്നു. എന്നിട്ട് എനിക്കൊന്നൊരു വൈകുന്നേരം ഒരു രാത്രി 7 മണി ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി ജാമൊക്കെ ചെയ്ത് അത് ഭയങ്കര നൈസായിരുന്നു. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞങ്ങൾ ക്ലാസ്സിൽ നോർമലി നിൽക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആശിഷിൻ്റെ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു തട്ടുന്ന ഒരു കഷ്ടം പോലെ ഉണ്ട്. അപ്പം ഒരു ദിവസം ഒരു സാറിൻ്റെ പീരീഡിൽ ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ജസ്റ്റ് എഴുന്നേറ്റ് വന്നത്തേക്കും നമ്മുടെ ആദർശാന്ന് വിചാരിച്ചത്, ആദർശ് എന്തോ ലിറ്ററലി കമൻട്രി പറഞ്ഞുകൊണ്ടിരിക്കുക.
അപ്പോൾ എടാ അളിയാന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിയതാ. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ തട്ടിയത് ചെറുതായിട്ട് സാറിൻ്റെ ബട്ടിനായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ എംബാരസിങ് മൊമെന്റ്. ഇന്ന് സാറ് 2 ദിവസം കോളേജിലും വന്നില്ല. അതിൻ്റെ അതായിരുന്നു എൻ്റെ കോളേജ് ലൈഫിലെ 4th ഇയറിലെ ഏറ്റവും നടന്ന എംബാരസിങ് മൊമെന്റ്. ഫസ്റ്റ് ഇയറിലാകുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. എനിക്ക് പിള്ളേരോട് സംസാരിക്കാൻ വലിയതായിട്ട് അറിയത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് കുറേ എക്സ്പോഷർ കിട്ടി. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. എന്നെ ബാൻഡിൽ എന്നെ ചേട്ടന്മാരെടുത്തു, സ്റ്റേജിൽ കയറി. എൻ്റെ ഒരു കുറേ സ്റ്റേജ് ഫിയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് കുറേ മാറി കിട്ടി. ഞാൻ ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ച് പഠിക്കാൻ തുടങ്ങി. എനിക്ക് ബേസിക്കലി എഞ്ചിനീയറിങ്ങിൽ എനിക്ക് പഠിത്തം അല്ലാണ്ട് ബാക്കി എല്ലാത്തിലും എനിക്ക് നല്ലൊരു ഒരു ഗ്രോത്ത് ഉള്ള പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അത് നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ബട്ട് ഐ എം ഹാപ്പി. തുടക്കത്തിൽ കണ്ട് കുറച്ച് ആൾക്കാരുണ്ട്, നമ്മൾ അധികം വലിയ അറ്റാച്ച്ഡ് ആവാത്ത ആൾക്കാർ, എന്തോ ഒരു സിങ്ക് തോന്നാത്ത ആൾക്കാർ. പക്ഷെ ലാസ്റ്റ് വന്നപ്പോൾ അവരായിട്ടാണ് ഏറ്റവും കൂടുതൽ സിങ്കിലേക്ക് വന്നത്. അങ്ങനെ കുറച്ച് ആൾക്കാർ എനിക്ക് പേഴ്സണലി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അതേപോലെ തന്നെ ഉണ്ടാവും. സ്കൂൾ ടൈമിൽ ക്ലാസ്സിൽ പുതിയൊരു കൊച്ചു വന്നാൽ അതിനോട് അങ്ങോട്ട് ചെന്ന് അതിൻ്റെ പേര് പോലും ചോദിക്കാൻ മടിയുള്ള ഒരാളായിരുന്നു ഞാൻ. അത്രയ്ക്ക് ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് അല്ലായിരുന്നു. പക്ഷേ ഈ കോളേജിൽ വന്നിട്ടാണ് ഇവിടെയുള്ള ആൾക്കാരാണ് എന്നെ ഇങ്ങനെ ബാക്കിയുള്ളവരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യണം, എല്ലാവരോടും ഇങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കണം എന്ന് പഠിപ്പിച്ചത്. എനിക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടി. അവർ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് അവരോട് ഇൻറ്ററാക്ട് ചെയ്യാനായിട്ട് വേണ്ടി പറ്റും, എല്ലാവരോടും സംസാരിക്കാനായിട്ട് വേണ്ടി പറ്റും. സോ ഇപ്പം പുതിയ ഒരാളെ കണ്ടാൽ അവരോട് ചെന്ന് സംസാരിക്കാൻ, അവരുടെ പേര് ചോദിക്കാൻ, അവരുമായിട്ട് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനും ഈ കോളേജ് ലൈഫിൽ എനിക്ക് സാധിച്ചു. ഒരാളോട് ആദ്യം ഈ ബാച്ചിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഏറ്റവും നല്ലൊരു വൺ വേർഡ് ഇല്ല. ഞാനപ്പോൾ അവരോട് പറയും, ഇങ്ങനെ ഒരു ബാച്ച് ഉണ്ടായിരുന്നു. ഏതെങ്കിലും ടീച്ചേഴ്സ് ഇവർ പഠിപ്പിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര സ്നേഹമായിരുന്നു സ്റ്റുഡൻസിനാണെങ്കിലും. നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാലും അവർക്ക് ഭയങ്കര സ്നേഹമാണ്. എപ്പോഴും വന്ന് സംസാരിക്കുക. അതെ, നമ്മളിപ്പോൾ ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയാലും ഏത് വഴിക്ക് പോയാലും, ഈവൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയാൽ പോലും ഹായ് ലിൻസ മിസ് എന്ന് പറഞ്ഞ് കൈപൊക്കി കാണിക്കുന്ന നല്ല ബാച്ചിലെ പിള്ളേര്. ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുസൃതികളൊക്കെ ഉണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ ആൽബിൻ്റെ പടം വര. അത് പറയാതിരിക്കാൻ പറ്റില്ല. അവൻ ഒരു ക്ലാസ് പോലും എൻ്റെ കേട്ടിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും അവൻ പടം വരച്ചെങ്കിലും അവൻ പാസ്സായി. ഈ ബാച്ചുമായിട്ടുള്ള എൻ്റെ ഒരു സ്പെഷ്യൽ മെമ്മറി എന്ന് പറയുന്നത്, ഇവര് ഒരു പ്രാവശ്യം, അതായത് എൻ്റെ 3ാമത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അത് അവർ കുറേ നാളായിട്ട് എന്നോട് ചോദിക്കുന്നതായിരുന്നു, മിസ്സേ ഞങ്ങൾ എന്ന് വരണം എന്ന്. പക്ഷേ ഞാൻ തിരിച്ച് കോളേജിലേക്ക് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഒരു ദിവസം കുട്ടികളോട് പറഞ്ഞു, ഓക്കെ എൻ്റെ കൊച്ചിന് 1 വയസ്സാവാൻ പോകുന്നു, അപ്പം എന്നാലും നിങ്ങൾ ആ 1 വയസ്സാവുന്നതിന് മുമ്പ് എത്തിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ ഒരു ദിവസം ഞാൻ ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. അതൊരു ഭയങ്കര മെമ്മറി ആയിരുന്നു. ലൈക്ക് എൻ്റെ ഇത്രയും നാളത്തെ ഇതിൽ ഒരു ബാച്ചും എൻ്റെ ഫാമിലിയുമായിട്ടും ഇത്രയും അടുത്ത് വന്നിട്ടില്ല. അപ്പം അവരോട് ചോദിക്കുവാണെങ്കിൽ ചിലപ്പം എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ പിള്ളേർക്കാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും അവർക്കെല്ലാവർക്കും ഇവരുടെ ഓരോരുത്തരുടെ പേരും അറിയാം. അതേപോലെ തന്നെ അവരാരൊക്കെയാണ്, എന്തൊക്കെയാണ്. പിന്നെ അന്ന് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ശരിക്കും ഭയങ്കര മെമ്മറി ആയിരുന്നു. കാരണം എന്നാന്ന് വെച്ചാൽ അയൽവക്കക്കാർ മൊത്തം അറിയുകയും ചെയ്തു. ലൈക്ക് ഭയങ്കര ഒരു വൈബ്രന്റ് ബാച്ച് ഇവരാ. അപ്പോൾ ഇവർ നടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈക്ക് അവിടെ ഉള്ളവരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിലും അതുപോലെ സ്നേഹത്തോടു കൂടി പെരുമാറിയതും പിന്നെ എൻ്റെ പിള്ളേർക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് ഏറ്റവും ഭയങ്കര നല്ലൊരു മെമ്മറി എനിക്ക് ഈ ബാച്ചുമായിട്ടുള്ളത്. സ്പെഷ്യൽ മെമ്മറി എന്ന് പറഞ്ഞാൽ, ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ആയിരുന്ന സമയത്ത് എൻ്റെ ക്യാബിൻ അവിടെയായിരുന്നു. അപ്പം ഈവൻ ഏതെങ്കിലും ക്ലാസ്സുകൾ അവിടെ വരികയോ അല്ലെങ്കിൽ ലാബ് ഏതെങ്കിലും വന്നാൽ പോലും ഒരു പല പിള്ളേരാണ് എൻ്റെ ക്യാബിനിലോട്ട് കയറി ചുറ്റും നിൽക്കുന്നത്. ഒന്നാമേ ആ ക്യാബിനിൽ ഒരുപാട് ഇങ്ങനെ ചെയർസ് ഒക്കെ കിടക്കുവാണ്. ചിലപ്പോൾ അത് ഒടിഞ്ഞു പോയ ചെയറൊക്കെ ആയിരിക്കും. എന്നാലും ഇവർക്ക് അതൊന്നും പ്രശ്നമല്ല. ഇവന്മാരത്തെ കയറിയിരുന്ന് എന്നുണ്ട് മിസ് സുഖമാണോ എന്നൊക്കെ നമ്മളോട് വന്ന് അന്വേഷണമൊക്കെ ചോദിക്കും. ശരിക്കും എനിക്ക് ഒരു പേഴ്സണലി സന്തോഷം തോന്നുന്ന നിമിഷം തന്നെയായിരുന്നു അത്. ട്രിപ്പ് അത് വേറൊരു മൈൻഡാണ്. ഇപ്പം റീസെൻ്റ്ലി ഒരു പാഞ്ചാലി മേട് ഒരു ബോയ്സ് ട്രിപ്പ് പോയി. അങ്ങനെ ലൈക്ക് ഇനിയും ക്ലാസ് കഴിയുന്നതിന് മുന്നേ ഒരെണ്ണം കൂടെ പോകണം. വർക്കല പോയി. പിന്നെ ഐ വി ആയിരുന്നു. ലൈക്ക് അതൊക്കെ ഒരു അൺലീഷിങ് മൊമെന്റ് ആണ് ഫോർ അസ്. ഐ വിയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഐ വിക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമല്ലായിരുന്നു എനിക്ക് പോകണം എന്നുള്ളത്. പക്ഷെ ഞാനിപ്പോൾ പോകാണ്ടിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര മിസ്സായി പോയൊരു അതുണ്ട്. എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ
എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസിൽ പോയിട്ട് ഞാനും അജുവും ടോപ്പ് ഫ്ലോറിൽ നിന്ന് താഴോട്ട് മുള്ളിയത്, അങ്ങനത്തെ കുറെ കഥകള്. എല്ലാവരുടെ ഉള്ളിലുള്ള ആ ഒരു എനർജി എല്ലാം ഭയങ്കര റോ ആയിട്ട് വെളിയിൽ വരുന്ന ഒരു മൊമെന്റ് ആണത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഞാൻ പോകുന്നത്, അത് നിങ്ങളെ എനിക്ക് ഒരു കാരണവശാലും അറിയത്തില്ല. ഞാൻ നിങ്ങളെ ഇതുവരെ S8 അല്ലെങ്കിൽ S7 വരെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. സോ വേറെ ഒരു ഓപ്ഷനും ഇല്ലാതെ നിങ്ങൾ വേറെ ആരും വരാത്തതുകൊണ്ട് എനിക്കിട്ട് വന്നതാണ് ഈ IV എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അറിയത്തില്ലാത്ത പിള്ളേരുടെ കൂട്ടത്തിൽ IV പോവുക. ഈവൻ ഞാൻ അവരുടെ നെയ്ബേഴ്സ് ആണെന്ന് വരെ പോലും മനസ്സിലായത് അപ്പോഴാണ്. സ്റ്റാർട്ടിങ് നിങ്ങൾക്കും എന്നോടൊരു ഇൻറ്റിമസി, ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. ബട്ട് പോകെ അത് കുറഞ്ഞു വന്നു. പിന്നെ ദ മൊമെന്റ് വിച്ച് മേക്സ് മീ സ്മൈൽ എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ ഫ്രീ ലൈഫിന് വിട്ടു, വിത്ത് ലോട്ട്സ് ഓഫ് ബെഗിങ് ആൻഡ് ഓൾ. ഫ്രീ ലൈഫിന് വിട്ടിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ വിളിച്ച തെറി എന്ന് വേണേൽ ഞാൻ പറയാം. അത്രയ്ക്കുമാണ് ഞാൻ വിളിച്ചത്. 9:30 വരാൻ വന്നിട്ട് ഈവൻ ദോ ഒരു 5 minutes ലേറ്റ് ആയവരെ പോലും ഞാൻ അത്രയ്ക്കും വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അന്നേരം എനിക്ക് ഉള്ളിൽ ചിരിയാണ് നിങ്ങളെ വഴക്ക് പറയുമ്പോഴും. ബട്ട് ഐ റിയലി എൻജോയ് ദാറ്റ് ഡേ സ്കോൾഡിങ് യു പീപ്പിൾ. ഇപ്പം എൻ്റെ കാര്യം പറയാനാണെങ്കിൽ, നമ്മുടെ ഓണത്തിനാണേലും അതായത് എനിക്ക് എൻ്റെ ക്ലാസ്സുകാരോട് ഒത്തിരി അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതുവരെ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി നേരം അവരോട് ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പ്രൊസഷൻ കയറി വന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ഞാൻ ഏൽപ്പിച്ച് വിടുക. അപ്പോൾ എനിക്ക് തുരുതുരെ കോള് വരുന്നുണ്ട് ക്ലാസ്സിലെ യുവമാരുടെയൊക്കെ അടുത്തു നിന്ന്. എടാ കുട്ടെ ഓടി വാ, ക്ലാസ് ഫോട്ടോ എടുക്കാനാണ്. അപ്പം ഞാൻ വരാമെന്ന് തന്നെയാണ് പറയണേ. ഞാൻ ചെല്ലാൻ ഇച്ചിരി ലേറ്റായി. പക്ഷെ എന്നാൽ പോലും എല്ലാവരും ക്ലാസ്സുകാരെല്ലാവരും തന്നെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് എന്നോട് കുട്ടു എന്നെ ഒന്ന് മാറ്റി നിർത്തി പറഞ്ഞു, അനുപേട്ട എന്തുവാ ഇത്ര ലേറ്റ് ആയിട്ടാണോ വരുന്നത്? അവസാനത്തെ ക്ലാസ് എന്ന് വെച്ചാൽ അവസാനത്തെ ഓണമല്ലേ, എനിക്ക് ഇതേലും ഞങ്ങളുടെ കൂടെ നിന്നുകൂടെ എന്നോട് ചോദിച്ചിരുന്നു. അതുവരെ അവസാനത്തെ ഓണമാണെന്ന് കൗൺസിലൊക്കെ പറയുമെങ്കിലും ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലോട്ട് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ആ ക്ലാസ് ഫോട്ടോ എടുത്തതിന് ശേഷവും കുട്ടുവിൻ്റെ വാക്കുകളും കൂടെ കേട്ടതിന് ശേഷവും അത് ശരിക്കും എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് അടിച്ചിരുന്നു. കാരണം കഴിഞ്ഞ ഓണത്തിനാണേലും ഞങ്ങൾ ചെക്കന്മാരെല്ലാം കൂടെ ധോല് കൊട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ധോല് കൊട്ടാൻ ഈ വർഷം ഇവന്മാരതിന് ഇറങ്ങി. പക്ഷെ എനിക്ക് കൂടെ കയറാൻ പറ്റിയില്ല. ഇനി അടുത്ത ഒരു വർഷം എനിക്ക് ഇനി കൂടെ കയറാനും സാധിക്കത്തില്ല എന്നൊക്കെ ആലോചിച്ച് സത്യം പറഞ്ഞാൽ ഒരു സങ്കടം ഉണ്ടായിരുന്നു. കോളേജ് തീരാനായെന്ന് തോന്നിയതെന്ന് വെച്ചാൽ എല്ലാവരും സഫ്രാന് പോയി തുടങ്ങിയ സമയത്താണ്. അതെന്ന് വെച്ചാൽ അതുവരെ ക്ലാസ്സിൽ ഭയങ്കര സ്ട്രെങ്ത് ആണെങ്കിലും എല്ലാവരും ക്ലാസ്സിൽ വേണമെന്നൊന്നും ഇല്ലായിരുന്നു. എന്തിനാ ഇത്രയും പേര് ഇന്ന് ക്ലാസ്സിൽ വരുന്നതെന്ന് ഞാനൊന്ന് ചോദിച്ചാൽ, പിന്നെ ക്ലാസ്സിൽ അധികം വരാറുമില്ല. പക്ഷേ പിന്നെ സഫ്രാന് പോയ സമയത്ത് ക്ലാസ് ഇച്ചിരി ഇങ്ങനെ ബ്ലാങ്ക് ആയി കിടക്കുന്ന കണ്ടപ്പം കോളേജ് കഴിയാറായി, എല്ലാവരും പോയി തുടങ്ങി എന്ന് തോന്നി. ഇത്രയും നേരം നമ്മൾ ഈ ബിടെക് ലൈഫ് എൻഡ് ആവാൻ പോവാന്നുള്ള ആ ഒരു റിയലൈസേഷനിലോട്ട് എത്തിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെ ഓർക്കുമ്പോൾ അയ്യോ ഇത് തീരാൻ പോവാണല്ലോ, ഇനി ഇവളുമാർന്നൊക്കെ കൂടെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, പഠിത്തം എന്നുള്ള ആ കാലം തീരുവാണല്ലോ എന്നുള്ളൊരു ഫീലിംഗ്. ഇവിടെ ക്ലാസ്സിൽ വന്നിട്ട് വഴക്കടിക്കുന്നതും ചുമ്മാ ജോക്കടിക്കുന്നതും കൂട്ടത്തോടെ ഇരുന്ന് ഓരോ പൊട്ടത്തരങ്ങൾ പറയുന്നതും അതാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത്. കാര്യം എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്നിട്ട് ഇത് തന്നെ ഓൺ റിപ്പീറ്റാണ്. അപ്പം പെട്ടെന്ന് ഒരു ദിവസം ഇത് ഇല്ലാണ്ടാവുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ മെമ്മറീസ് അതെനിക്ക് വീണ്ടും അത് ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അത്രയ്ക്കും നല്ല പീക്ക് മെമ്മറീസാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് വഴി എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇവരാണ് എന്നെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തത്, എന്നെ കുറേ അഡ്വൈസ് തന്നത്, എന്നെ മെൻ്റലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും എന്നെ കുറേ അഡ്വൈസ് തന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉള്ള ഇവരാണ്. അതൊക്കെയാണ് എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പോണത്. കോളേജ് കഴിഞ്ഞിട്ടും പലരും പല വഴിക്ക് പോവും. അപ്പോൾ അതെല്ലാം ഇനി പറ്റുമോ ഇല്ലയോ, ഈ മെമ്മറീസൊക്കെ എല്ലാം ടോപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആണ് എനിക്ക് മിസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ. എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത്, ഒരു മിക്സ്ചർ ഓഫ് ഒരു ഹെട്രോജീനിയസ് ബാച്ച് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു വെറൈറ്റി ബാച്ച്. അതായത് എല്ലാ തലത്തിലും ആക്ടിവിറ്റീസിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടെക്നിക്കലി ആണെങ്കിലും ലൈക്ക് ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്നതാണെങ്കിലും എല്ലാ ടൈപ്പ് ഓഫ് വെറൈറ്റീസും ഉണ്ടായിരുന്ന ഒരു ബാച്ചാണ്. അതുകൊണ്ട് ആ ഒരു ഇക്വിലിബ്രിയം ആ ക്ലാസ്സിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അപ്പം ഈവൻ ദോ ഒരു
ആളെ മാറ്റി നിർത്തുകയോ അങ്ങനെയുള്ളൊരു സംഭവം ഒന്നും ഇല്ലാത്തൊരു ബാച്ചാണ്. സോ ഇവർ പെരുമാറുന്ന രീതിയാണെങ്കിലും ഐ ഫെൽറ്റ് ലൈക്ക് ദീസ് സ്റ്റുഡൻസ് വെർ മെച്ചുവർഡ് ഇനഫ് എന്നുള്ള രീതിയിൽ. കാരണം എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യാനാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിലും നന്നായിട്ട് അറിയാവുന്ന കുട്ടികളായിരുന്നു. അപ്പോൾ എനിക്ക് ഇവരോട് പറയാനുള്ള ഒരേ ഒരു മെസ്സേജേ ഉള്ളൂ. ലൈക്ക് മേ ബി ഒരു ജനറേഷന് ചിലപ്പോൾ അഡ്വൈസ് ഒന്നും താല്പര്യം കാണത്തില്ല. ബട്ട് ലൈക്ക് എ മെസ്സേജ് ഐ എം ജസ്റ്റ് സെയിങ് ദാറ്റ് ബി റിയൽ ഇൻ ദ സെൻസ് ദാറ്റ് ഡോണ്ട് ഫേക്ക് യുവർ സെൽഫ്. നമ്മൾ ആരുടെ അടുത്ത് നമ്മൾ ഫേക്ക് ചെയ്യാനായിട്ട് വേണ്ടി പോകരുത്. നമ്മൾ എന്താണോ അത് നമ്മൾ എല്ലാവരുടെ അടുത്തും കാണിക്കുക എന്നും പറഞ്ഞ് നമ്മുടെ എല്ലാ സ്വഭാവവും അങ്ങോട്ട് കാണിക്കുക എന്നുള്ളൊരു രീതിയല്ല ഞാൻ ഈ ഉദ്ദേശിച്ചത്. നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ നമ്മുടെ പേഴ്സണാലിറ്റിയെ എവിടെയും നമ്മൾ അടിയറവ് പറയേണ്ട കാര്യമില്ല. നമ്മൾ സെൽഫ് ആവുക, നോട്ട് സെൽഫിഷ്, ഇറ്റ് ഇസ് ബി സെൽഫ് ആൻഡ് ബി റിയൽ എന്നുള്ളതാണ്. എല്ലാവരും എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു സ്പെഷ്യൽ സ്ഥാനം എൻ്റെ മൈൻഡിൽ ഇപ്പോഴും കാണാം. ആരും ഞാൻ മറക്കത്തില്ല. എല്ലാവരെയും ഞാൻ മിസ് ചെയ്യും ഒരുപാട്. അപ്പൊ ഇത് പറയുമ്പോൾ കരയണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ കരയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പം നമ്മളെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കരുത് പറയാൻ സിമ്പിളാണ്. ആക്ച്വലി നമ്മൾ ഒരു വർക്കിലോട്ടോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലോട്ടോ ഒക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബെഞ്ചമിനോ ഇല്ലെങ്കിൽ ഒരു അലൈനയോ ഇങ്ങനത്തെ ഓരോരുത്തരെയും ഉണ്ടെന്നുള്ളത് തന്നെ നമ്മൾ മറക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ ഒരിക്കലും ഞാൻ മറക്കരുതെന്ന് പറയത്തില്ല. അറ്റ്ലീസ്റ്റ് ആ ലിങ്ക്ഡിനിൽ ഞങ്ങൾ എന്ത് ചെയ്തതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പം എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളെല്ലാവരും. കോളേജ് കഴിഞ്ഞാലും നമ്മുടെ ഇടയിൽ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പം ഈ 4 കൊല്ലത്തിനിടയിൽ നമുക്ക് പലരെയും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷെ ഇതൊന്നും കോളേജ് കഴിഞ്ഞാലും നമ്മളെ ബാധിക്കരുത്. അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ മിണ്ടാനും എന്താ പറയുക, ഒരു പഴയ ഒരു ഫ്രണ്ട്ഷിപ്പ് വരണം. എപ്പോഴും വിളിക്കാനോ അല്ലെങ്കിൽ എപ്പോഴും മെസ്സേജ് അയക്കാനൊന്നും ആരെക്കൊണ്ടും പറ്റത്തില്ല. പക്ഷെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എന്താ പറയുക, വല്ലപ്പോഴും ഫോണൊക്കെ തുറന്ന് നോക്കുമ്പോൾ കുറേ സ്ട്രെസ്സിൻ്റെ ഇടയ്ക്ക് ക്ലാസ് ഫോട്ടോ കാണുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കുന്ന കുറേ മുഖങ്ങളുണ്ടാവുമല്ലോ. അപ്പം അവർക്കൊന്ന് മെസ്സേജ് അയക്കുക. എന്താ പറയുക, അവൻ എനിക്ക് അയച്ചില്ലല്ലോ എന്നാൽ പിന്നെ ഞാൻ അവൻ അയക്കില്ല എന്ന് വിചാരിക്കാതെ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക. എന്നാണോടാ വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ കുറേ വിശേഷങ്ങളുണ്ടാവും എന്നൊക്കെ പറയാം. പിന്നെ എന്തുവാ, ലൈക്ക് ട്രൈ ടു ക്യാച്ച് അപ്പ്. നിങ്ങളുടെ ലൈഫിൽ ഒരു കല്യാണമോ നിങ്ങളുടെ കൊച്ചിൻ്റെ ബാപ്റ്റിസോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെന്തെങ്കിലും വിശേഷം നടക്കുമ്പോഴോ ഇതിനൊക്കെ നമ്മളെ വിളിക്കാം. സോ ഇങ്ങനത്തെ ഓരോരോ മൊമെന്റ് നമ്മളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും വിളിക്കണോടാ, നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം, ആ ഗ്രൂപ്പിൽ സംസാരിക്കാം, അങ്ങനെ ഒരിക്കലും പറയത്തില്ല. അത് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. സോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ മൊമെന്റ് നിങ്ങളുടെ ലൈഫിൽ നടക്കുമ്പോൾ ഞങ്ങളെ കൂടെ വിളിക്കണം, നമ്മളെ ഓർക്കണം. അത്രേ പറയാനുള്ളൂ.